ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറബിക് സ്വീറ്റായ ലുക്കൈമത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതേ സെയിം സ്പൂണിൽ തന്നെ 1 ടേബിൾ സ്പൂണോളം ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/4 കപ്പോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 2-3 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചിട്ടെടുക്കുക. വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഇത്ര ലൂസിലാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു ഡോ 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. അതിന് ശേഷമാണ് കേട്ടോ നമ്മളിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പം ഞാനിതിവിടെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂറോളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് ഓയിലൊന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു സമയം കൊണ്ട് നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ ഡോ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം അതുപോലെ ബോൾസ് ആക്കിയിട്ടെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് കോരി വെച്ചിട്ടെടുത്താലും മതി കേട്ടോ. നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ ഓരോന്നും ഫ്രൈ ആക്കിയിട്ടെടുക്കുക. നമ്മൾ ഓയിൽ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളർ മാറിയിട്ട് വരും. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ടെടുക്കുക കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഷുഗർ സിറപ്പ് എല്ലാവർക്കും റെഡിയാക്കാൻ അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ ചൂടായ ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടില്ല ലുക്കൈമത്ത് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാതും ഫ്രൈ ആക്കിയതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തേനുണ്ടെങ്കിൽ തേന ഒഴിച്ച് കൊടുത്താലും മതി. ഷുഗർ സിറപ്പ് തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഹണി ഒഴിച്ച് കൊടുത്തിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ. അങ്ങനെ ഷുഗർ സിറപ്പിൽ ഒരു വെള്ളത്തിൽ ഇങ്ങനെ മുക്കി കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഉണ്ടായത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചായൻ്റെ കൂടെയൊക്കെ ഷുഗർ സിറപ്പ് ഒന്നും ചേർക്കാതെ കഴിക്കുമ്പോഴും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.